ആയിട്ടുള്ളത് ഇവിടുത്തെ ഡാം കാണിക്കാൻ വേണ്ടിയാണ്. ഡാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാമാണ്. ഈ വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഇനി ആ ഡാമിൻ്റെ അടുത്ത് പോയാലേ അറിയാൻ പറ്റുള്ളൂ. അതെ, ഈ ഇവിടെ മൊത്തം മലകളാണ്. മഴ പെയ്യുമ്പോൾ മലകളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മൊത്തം ഇവിടെയാണ് ശേഖരിക്കുന്നത്. 2 മാസം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഡാം നിറയെ വെള്ളവും ഉണ്ടായിരുന്നു, മീനും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഫുള്ള് വെള്ളമായിരുന്നല്ലേ? ഫുള്ള് വെള്ളമായിരുന്നു. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഡാം ഭയങ്കര ഡാമാണ്. ഡാം അപാരമാണ്. എന്തായാലും നമ്മള് ഒരു 100 മീറ്റർ 200 മീറ്റർ ഉണ്ട് അവിടെ എത്താൻ. മലയാണ്, രണ്ട് സൈഡും മലയും ഇടയ്ക്കൂടെ ഒരു കനാലയും. ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ആ കനാലിൽ കൂടെയാണ് പോണത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം, ലൈക്കും ചെയ്യണം. നല്ല സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മൾ കാണാത്ത ഐറ്റം വീഡിയോകളായിട്ട്. മലയുടെ മുകളിൽ ഒരാൾ കയറി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണോ ഇനി അതെ. ഈ മലയുടെ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പോയി. കാറ് കയറ്റാൻ ഇതില് വണ്ടി ഇവിടം വരെ പോവും. വണ്ടിയൊക്കെ പോവല്ലേ? മമ്മി ചേച്ചിയൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. ഇവിടെ ഇട്ടിട്ട് പോകാൻ. വേറെ വണ്ടി വന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ പറ്റില്ല. ഇട്ടിട്ട് പോകാൻ. അതെ, ഇട്ടിട്ട് നമുക്ക് കുളിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. പുറത്തിറങ്ങി കുളിക്കാൻ പാടില്ല, നീന്തലാണ്. കാണുന്നതാണ് ഡാം. ഡാമിന്റെ പക്ഷെ വെള്ളമില്ല കേട്ടോ. വെള്ളമില്ല. വെള്ളം അതെ, മഴ പെയ്യുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡാം അവിടാണ്. അവിടുന്ന് ആ വെള്ളം ഫുള്ളാവുന്ന സമയത്താണ് ഈ വാതി കൂടെ വെള്ളം ഒഴുകി പോണത്. പിന്നെ അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. നെറ്റ് കെട്ടി ഇട്ടിട്ടുണ്ട്. അതെ 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 അതെ. വെള്ളം അവിടെ കുറച്ച് ഭാഗത്തുണ്ട്. കുറച്ചൊന്നുമില്ല. പിന്നെ സൈഡ് എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഇടിഞ്ഞ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയില്ലേ. പിന്നെ പാറയിൽ മൊത്തവും വല ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഡാം. ഇതാ മുമ്പ് പഴകി മൊത്തം ഇവിടെ നിന്നൊക്കെ മൊത്തം ഇടിഞ്ഞു വീണ്. കല്ല് നല്ല റോഡുണ്ടായിരുന്നു. നേരത്തെ ഇവിടുന്ന് ഇടിഞ്ഞാണ്. വെള്ളം ഉണ്ട് കേട്ടാ. വെള്ളമുണ്ട്, മീനുണ്ട് കേട്ടോ. ചെറിയ വെള്ളമുണ്ട്, മീൻ ശരിക്കും ഉണ്ട് കേട്ടോ. കുറച്ച് ചൂട് ഉള്ള അവസ്ഥയാണ്. അത് പിന്നെ ഇതാണ്, അങ്ങ് ഇറങ്ങി പോകും. നമുക്കത് പറ്റൂല. തിരിച്ചു പോകാൻ പറ്റൂ. എന്താ വെള്ളം അവിടുന്ന് ഈ ചെറിയ ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം വരാൻ. മീന് ചെറിയ മീൻ്റെ കുട്ടികളേ ഉള്ളു, ചെറുത്. അന്ന് മഴയത്ത് പിഴ പെയ്തതിൻ്റെ ഒന്ന് ശരിക്കും മീനായിരുന്നു. മീനെന്ന് പറഞ്ഞാൽ റബ്ബേ. മീനുണ്ട്, ശരിക്കും മീനുണ്ട്. നാട്ടിലെ പരള് മാതിരിത്തെ മീന്. വെള്ളമൊക്കെ പറയാൻ പറ്റില്ല. ഒരുത്തനെ ഇറങ്ങാൻ പറ്റുന്നില്ല. അവിടെ കുടുങ്ങി. വെള്ളമുണ്ടോ? അപ്പുറത്താണ് വെള്ളം. അവിടെ വെള്ളം കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ട് വരും. അതിവിടെ സംഭവിക്കണം. ഇനിയിപ്പോ കാല് നനയ്ക്കാൻ വയ്യ. ചിലപ്പോ വെള്ളം നാറ്റുമായിരിക്കും. സിമന്റ് മറ്റേ വീണ മുറിഞ്ഞു പോവും. ഇത് അപ്പുറത്താണ്, ഇതിനപ്പുറമാണ് വെള്ളം ഓവറായിട്ട് കിടക്കുന്നത്. ഇതുവഴി വെള്ളം വരും. കുറേ മീനുകളുണ്ട്, പക്ഷെ കാണത്തില്ല. വെള്ളം ഈ കളറായോണ്ട് കാണത്തില്ല. അപ്പുറത്ത് ചെറിയ മീന്. ഇതുവഴിയാണ് വെള്ളം വരുന്നത്. അവിടെ വെള്ളം കൂടുമ്പോൾ ശരിക്കുണ്ട്. ശരിക്ക് മീനാ വലയിട്ടല്ലോ. ചൂണ്ടയും കൊണ്ട് വന്നെങ്കിൽ നമുക്ക് ചൂണ്ടയിട്ടായിരുന്നു. അത് ഇച്ചിരി വലിയൊരു മീനാണ് തന്നെ. മീനുണ്ട്. ഇതൊന്നും അല്ലായിരുന്നു മീൻ. എൻ്റെ അല്ലോ, മഴ സമയത്ത് കാണണമായിരുന്നു. ഇതൊരു മറ്റേ മുള്ളൻ കണക്കാണ്. മറ്റേ സിലോപ്പിയ മാതിരിയത്തെ മീനാണ്. സൈഡ് മലയാണ്.
ചെറിയ മീന്. ഇവിടെയൊക്കെ വലിയ മലയാണ്. നല്ല വെള്ളം വാതി തന്നെയാണ്. ഇവിടെ കുറെ വെള്ളമുണ്ട്. ഇവിടെ വെള്ളം കൂടുന്ന അനുസരിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വെള്ളം കൂടുന്നതനുസരിച്ച് ഇതുവഴി അങ്ങനെ വന്ന് അപ്പുറത്തിറങ്ങും. ശരിക്ക് കിളികളൊക്കെ ഉണ്ട്. ശരിക്കും ആളുകൾ വൈകുന്നേരത്ത് നടക്കാനായിട്ട് വരും ഇവിടെ. ഒത്തിരി പേര് വരും. എന്നാലും നിരാശയില്ല, വെള്ളം ഉണ്ട് കേട്ടോ. കിടക്കണം അങ്ങൊക്കെ നോക്കിയാ അറിയാം. ഒരുപാടുണ്ട് വെള്ളം. വെള്ളമുണ്ട്, അങ്ങൊക്കെ ഉണ്ട് വെള്ളം. കുറച്ച് കുറഞ്ഞുണ്ട് വെള്ളം. നല്ല മീൻ കാണും. ഈ വെള്ളം എപ്പോഴും ഉണ്ടാവും ഇവിടെ. കണ്ട മൊത്തം കല്ലാണ് വരെ ഇട്ടേക്കുന്നത്. ചെളിയാവാതിരിക്കാനും. നാട്ടിലെ ഡാമിലൊക്കെ വെച്ചാൽ ഫുള്ള് ചെളിയാണ്. ഡാമിന്റെ അടിത്തട്ടാണ് ഫുള്ള് വെള്ളം. ഈ മലയെന്നൊക്കെ ഇറങ്ങുന്ന മഴ വെള്ളമാണ്. വീണാലും വെള്ളം കൂടുതലുണ്ടെങ്കിലേ വിഷയം പറയും. ഇവിടെ നിന്ന് വെള്ളം കൂടുമ്പോ കണ്ട അതിന്റെ ഭംഗിയുണ്ടോ ഡാമിന്റെ. എന്ത് സുന്ദരമായ ഡാമാണ്, നോക്കൂ. അടിത്തട്ട് മൊത്തവും പാറയാണ് ഇറക്കിയിട്ടേക്കുന്നത്. പാറയാണ്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ചെളിയായിരിക്കും. ഇതുണ്ടോ വെള്ളത്തിന്റെ ഒരു ഭംഗിയുണ്ടോ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും വെള്ളം കുറവാണ്, എന്നാലും നല്ല ചൂടായി. ചൂടല്ലേ, 40-42 ഡിഗ്രി ചൂടല്ലേ. ഈ ചൂടിൽ ഇത്ര വെള്ളം കണ്ടാൽ തന്നെ അതിശയമാണ്. അതെ. അവിടെ ഒരു കണ്ടോ സിമെന്റ് ഫാക്ടറിയാണ് കാണുന്നത്. വലുത് സിമെന്റ് ഫാക്ടറിയാണ് ഈ ഉള്ളത്. ഈ ഡാമിന്റെ സൈഡിലാണ് ഉള്ളത്. അവിടെ വർക്കിംഗ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. വർക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴി അറിയാം. എന്തോ രസം നോക്കിയാ വെള്ളത്തിന്റെ നീല കളറും. അത് ശരിക്കും മീനും ഉണ്ട് കേട്ടോ. ഭയങ്കര മീനുകളാണ്. മീനും ഉണ്ട്, കൊക്കും ഒക്കെ വന്ന് ഇരിക്കണം. നമുക്ക് ഇറങ്ങി അങ്ങോട്ട് പോണോന്നുണ്ട്. പക്ഷെ നമുക്ക് പോയിട്ട് ഇനി വേറെ പ്രശ്നങ്ങളാവും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാത്തത്. സൈഡിൽ കാണുന്ന മലകൾ കണ്ടോ. രണ്ട് സൈഡും മലകളാണ്. ഭയങ്കര മല. പിന്നെ ഇറങ്ങാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. നിറഞ്ഞിരിക്കുക മല. ഡാമിന്റെ നീളം കണ്ടോ കെട്ടിയാണ്. ഒരു ഫാമിലി വന്നിട്ടുണ്ട് സംഭവം കാണിക്കാൻ. അവിടെ കാണാം സൂര്യൻ കണ്ടോ അസ്തമിക്കാറായിരിക്കുകയാണ്. ഇതാണ് വെള്ളം നിറയുമ്പം വന്നിട്ടുണ്ട് ആ വാതിയിൽ ഇങ്ങനെ. ഇതില് ഫുള്ള് ചെയ്തിട്ട് ഈ വാതിൽ കൂടെ അങ്ങ് കടലിലോട്ട് പോകും. ഇതാണ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാതി എന്ന് പറയുന്നത്. അത്രയ്ക്ക് വെള്ളം അങ്ങോട്ട് കയറാത്തത് കൊണ്ട് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. രണ്ട് മഴ പെയ്താൽ മതി, വെള്ളം നല്ല കൂടും വെള്ളം എന്തായാലും. നമ്മളെ തെമ്മല ഡാമിന്റെ ഒരു ഫീലിംഗ് ആണ് വരണത്. മല ഉണ്ടായിണ്ടേ, മലയുണ്ട്. ഇത് കണക്കാണ് ഇങ്ങനെ അവിടെ കയറി പാറയിട്ടേക്കോ. പാറ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ഇത് ഇങ്ങനെ പാറ നടത്തിയൊക്കെയാണ്. കാല കൊണ്ട മുറിയും. ഇതിങ്ങനെ അവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങനെ എവിടെ നിങ്ങൾ ഇറങ്ങി വരീ. അങ്ങനെ പോവും. കാര്യം അത്രയ്ക്ക് വലിയ ഒന്നുമില്ല. സൂക്ഷിച്ചിറങ്ങണം. പാറയാണ് മൊത്തം. പാറ കൊണ്ട് അടിക്കുകയൊക്കെയാണ്. കാലിൽ മുറിയും. വേറെ വിഷയമൊന്നുമില്ല. ഭയങ്കര ചെളിയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മലയെന്നൊക്കെ കാണണം. അതുകൊണ്ടാണ് മെയിനായിട്ട് കല്ലും വെള്ളം. ശരിക്ക് കിളികളുണ്ട്. ഇതാണ് അടിത്തട്ട്. ഡാമിന്റെ അടിഭാഗമാണ്. ഇവിടെയൊക്കെ നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. ശരിക്കും വെള്ളമുള്ള ആയിരുന്നു. മുകളിലൊന്നും എത്തൂലെന്നേ ഉള്ളു.
കിളികൾ കിടന്ന് വിളിക്കണം. എന്നെ കണ്ടുകൊണ്ടാണെന്ന് തോന്നണം. ശരിക്കും മീനുകളുണ്ട്. മീൻ നമ്മുടെ ബണ്ട് കണക്ക് കെട്ടിയിട്ടുണ്ട്, കല്ല് വലയിട്ട്. അടിഭാഗം അതാണെന്ന് വിളിക്കും. എന്തിനാണെന്തോ എന്നെ കൊത്താൻ വരും എന്തോ. മഴയത്ത് മാത്രം വെള്ളം കയറി വരും. ഇത് മലയാണ്. ഇതൊക്കെ വീടുകളൊക്കെ ഉണ്ട്. മലയുടെ മണ്ടിൽ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. സൂര്യൻ നിൽക്കുന്ന അസ്തമന സമയമാണ്. ഏതാണ്ട് 5:30 ഇവിടെ. അപ്പോൾ ഇതാണ് ഡാം. സൗദിയിലെ ജിദ്ദയിലുള്ള ഒരു ഡാമാണിത്. വെള്ളം ശേഖരിക്കാൻ, മഴയത്തുള്ള വെള്ളങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയുള്ളതാണ് മെയിനായിട്ട്. വെള്ളം ഓവറാകുമ്പോൾ അങ്ങ് ഒഴിച്ച് നേരെ കടലിലത്തേക്ക് പോകുന്നുണ്ട്. കടലിലത്തേക്ക് സൈഡ് കനാല് കെട്ടിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇതാണ് ഡാമിൻ്റെ കാഴ്ചകൾ. ഓവർ വെള്ളമാകുമ്പോൾ ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. വെള്ളം ഇവിടെ ഓവറാകുമ്പോഴും കൂടുതലാകുമ്പോൾ ഒഴിച്ചപ്പോഴേ കനാൽ വഴി നേരെ കടലിലേക്ക് പോകും. കിളികൾ എന്നെ കണ്ടുകൊണ്ടാണെന്നാണ് തോന്നണത്. ശരിക്കും കിളികളുണ്ട്. നോക്കിപ്പോയില്ലേ പണി കിട്ടും. കമ്പിയാണ് വെച്ചേക്കണ, കമ്പി. ഇവിടെ കുഴി ഉണ്ടാകുന്നത് അറിയത്തില്ല. അല്ല, ഇത്ര ആഴമൊന്നുമില്ല. ഉണ്ട്, കിളികളൊക്കെ ഇരിക്കുന്നില്ലേ. ആഴമൊന്നുള്ളല്ല. എന്നാലും ഇനി വെള്ളം കുറയും. കാര്യം ഇനിയിപ്പോൾ ചൂടായതുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും വെള്ളം കുറയും. കിളികൾ കരയണ സൗണ്ടാണ് കേൾക്കണത്. ഒരു ബണ്ട് തീർന്നു. അവിടെ ഇറങ്ങാം. ഇതൊക്കെ വെള്ളമുള്ള സ്ഥലം തന്നെ ഇരുന്നു. ചെളിയായിട്ട് കിടക്കുകയാണ്. ഇതൊക്കെ മീനുണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇതാണ് ഡാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണല്ലോ. ചെളിയിൽ കല്ലിനടില് ഇതേടെ അതങ്ങനെ വെച്ചേക്കത്തുള്ളൂ. ഇതുവഴിയാണ് വെള്ളം പോകുന്നത്. ഇവിടെ വെള്ളം കൂടുമ്പോൾ ഇതുവഴി അപ്പുറത്ത് പോയി കനാൽ വഴി നേരെ കടലിലത്തേക്ക് പോകും. ഇതുവഴി വെള്ളം ഇതുവഴി കറങ്ങി അപ്പുറത്തേ അല്ലോ. നമ്മൾ ഫസ്റ്റ് വന്നിടത്ത് ഇങ്ങനെ കിടക്കണം. ഒരുപാട് ഏരിയ ഉണ്ട്, ശരിക്കും ഏരിയ. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ജിദ്ദയിലുള്ള ഒരു ചെറിയൊരു ഡാമിൻ്റെ കാഴ്ചകൾ. നാളെ മക്കയ്ക്ക് പോകാനുള്ള പേരാണ്. അവിടെ പോയി വീഡിയോ എടുക്കണം. ഓക്കെ, ബൈ ബൈ.